അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വാതിൽ ശക്തമായ മുട്ട് കേട്ടിട്ട് അതാ സൗദ വാതിൽ തുറക്കാൻ വേണ്ടി വാതിലിനടുത്തേക്ക് ചെന്നു. അവൾ ഒന്ന് ഭയന്നു, വീണ്ടും ശക്തമായി മുട്ടുന്നു. അല്ലാ, ആരാ? പഠിച്ചോനെ, ഉമ്മയാണെങ്കിൽ ഇവിടെ ഇല്ല. ഈ ഉമ്മത് എവിടെ പോയി നിൽക്കുക? എന്നാൽ അവൾ തെല്ല് ഭയത്തോടെ വാതിൽ തുറന്നു. എന്താടി തുറക്കാൻ എത്ര പ്രയാസം എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ തള്ളി തുറന്ന് അതാ സത്താർ അകത്തേക്ക് കയറുന്നു. സത്താർ അത് മറ്റാരും ആയിരുന്നില്ല, ഒരു കാലത്ത് സൗദയെ കെട്ടണമെന്ന് പറഞ്ഞു നടന്ന ഒരാളായിരുന്നു സത്താർ. ഒരു നിമിഷം അവൾ ഒന്ന് ഭയന്നു. എന്താടി നീ എത്ര അത് ഇവിടെ ആരുമില്ല, ഇവിടെ ഉമ്മയില്ല. ഉമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് വന്നത്. തള്ള ഉണ്ടായിരുന്നെങ്കിൽ അടുപ്പിക്കില്ല, അതുകൊണ്ട് തന്നെ. എന്താ എന്താ മോളെ സൗദ, നീ അങ്ങ് സുന്ദരിയെ തടിച്ചു കൊഴുത്തല്ലോടി. നീ ഇവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ഉണക്കച്ചുള്ളി പോലെ കറുത്ത് കരിവാളിച്ചതായിരുന്നല്ലോ. ആഹാ, ഇപ്പം നിനക്ക് നല്ല മൊഞ്ചാണല്ലോ. ഓ, ശരീരമൊക്കെ നന്നായിട്ട് പുഷ്ടി കൂടിയിട്ടുണ്ട്. ആഹാ, തടിച്ച് വെളുത്ത് കൊഴുത്തു. നീ ആളങ്ങ് മാറി. ആ, പണക്കാരൻ്റെ ഭാര്യയാണല്ലോ അല്ലേ? മനസ്സിലായി. അതെ, എന്നെ ഉപദ്രവിക്കരുത്. എൻ്റെ പൊന്നു മോളെ, നിന്നെ ഞാൻ എങ്ങനെ ഉപദ്രവിക്കും? ഒരിക്കലുമില്ല. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ലല്ലോ, അല്ലെങ്കിലും ഞാൻ നിന്നെ ഉപദ്രവിക്കാറില്ലല്ലോ. നീ എന്നെ അല്ലേ അന്നെന്നെ തള്ളിയിട്ട് പോയത്? അന്നാ പുഴക്കടവിൽ വെച്ച് എന്നെ നീ അങ്ങ് തള്ളി താഴെ ഇട്ടില്ലേ? പക്ഷേ എത്ര തള്ളി താഴെ ഇട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ നെഞ്ചിൽ നീയുണ്ട്. അതെ, നീ ഒരു പണക്കാരനെ കണ്ടപ്പോഴേ അവൻ്റെ കൂടെ അങ്ങ് പോയി അല്ലേ? പാവപ്പെട്ട എന്നേക്ക് അങ്ങ് ഉപേക്ഷിച്ചിട്ട് അവൻ്റെ കൈകൾ, ഷർട്ടിൻ്റെ കൈകൾ ഒന്നുകൂടി മേലോട്ട് ചുരുട്ടി വെച്ചു. എന്താ മോളെ, എന്താ പണക്കാരനെ വിട്ട് നീ അങ്ങ് പോന്നെന്നോ? എന്തൊക്കെയാണല്ലോ കേൾക്കുന്നത്? അതെ, ആരും നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്? ഓഹോ, അതൊക്കെ അറിയാനാണോ പാട്? സൗദ പേടിച്ച് വിറച്ചു. അവൾ പതുക്കെ അതാ ഫോൺ എടുക്കുവാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങുന്നു. എങ്ങോട്ടാ? ഫോണൊന്നും എടുക്കണ്ട, വിളിച്ചാലൊന്നും കിട്ടില്ല. നിന്റെ തള്ള എങ്ങോട്ടോ പോയി. ഇനി ഒരിക്കലും ആരെയും വിളിച്ച് വരുത്തും വേണ്ട. ഇതെൻ്റെ സമയമാണ്. ഒരിക്കൽ പോലും ഇതിലേക്ക് ഒരാളെയും കടന്നു വരാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ സൗദ. എന്താ സൗദ, നീ പണക്കാരനെ കണ്ടപ്പോൾ ഓൻ്റെ പിന്നാലെ പോയി, ഇപ്പം എന്താ വീണ്ടും ഇവിടെ എത്തിയോ? അങ്ങനെയൊക്കെ ഒരു കേളി കേട്ടു. നീ എന്താ അവനോട് പിണങ്ങിപ്പോന്നെന്നോ എന്നൊക്കെ? അതെ, അനാവശ്യം പറയരുത്. ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്. സൗദ മോളെ, പഴയ സത്താറിനെ നീ മറന്നിട്ടില്ലല്ലോ. നിന്നെ മാത്രം സ്വപ്നം കൊണ്ടായിരുന്നു ഞാൻ കണ്ടുകൊണ്ടാണ് ഞാൻ ജീവിച്ചത്. എന്നാൽ നീ വയറ്റിൽ ചുമന്ന് കിടക്കുന്ന ആ ഒരു കുഞ്ഞ് പുത്തൻ വീട് തറവാട്ടിലെ കുഞ്ഞാണെങ്കിലും അല്ലെങ്കിലും നിന്നെ ഇപ്പോഴും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ കൂടെ പോരുന്നോ? എൻ്റെ കൂടെ പോരുന്നോ നീ? ഇല്ല, ദയവായി വിട്ടു നിൽക്കണം നിങ്ങൾ, ദയവായി. പിന്നെന്താടി കെട്ടിയ ആണുങ്ങളുടെ കൂടെ നിൽക്കാതെ ഇറങ്ങി തിരിച്ചത്? എന്താ തള്ളക്കും മോൾക്കും ക്യാഷിൻ്റെ പവർ കുറച്ച് കൂടിയല്ലേ? ക്യാഷിൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ? അതെ, അതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഒന്ന് മാറിക്കേ, വീട്ടിൽ നിന്ന് ഭീഷണിപ്പെടുത്താതെ. എൻ്റെ പൊന്നു മോളെ, വല്ലാതെ നീ എന്നോട് ശലക്കല്ലേ. അവളുടെ ചുണ്ടുകൾ അതാ അയാൾ കൂട്ടി അമർത്തി പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു. ആ, വിട് എൻ്റെ. എന്താടി, അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചു. തള്ളക്കും മോൾക്കും പണം കൂടിയപ്പോൾ അല്ലേ? അതെ, വീട്ടിൽ കയറി അനാവശ്യം കാണിക്കരുത്. ഇറങ്ങണം പുറത്ത്. ഓ, തൊട്ടപ്പുറത്ത് വലിയൊരു ബമ്മാട് കയറുന്നുണ്ടല്ലോ. അതിൻ്റെയൊക്കെ അഹങ്കാരമായിരിക്കും. പാവപ്പെട്ട നമ്മളെയൊന്നും നിനക്ക് പറ്റില്ലല്ലോ. പക്ഷേ സമ്മതിക്കില്ല ഞാൻ സുഖത്തോടെ നിന്നെ ജീവിക്കാൻ. ഒരു നിമിഷം അവൾ വിചാരിച്ചു, പഠിച്ചോനെ, പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് നവാസ്കയുടെ ആ ഒരു കൈകളിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയത് മോശമായി പോയോ? ഇവൻ്റെ ഉപദ്രവം വീണ്ടും തുടങ്ങിയോ? അതെ, വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഓഹോ, നീ അങ്ങ് കൽപ്പിച്ചാൽ ഞാനങ്ങ് ഇറങ്ങല്ലേ? എടി, പിന്നെ ഉണ്ടല്ലോ, ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മുടിക്കെട്ടിനെ അയാൾ പിടിച്ചു ശക്തമായി അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു. ആ,
എന്നൊന്നും ചെയ്യരുത്, ഞാൻ ഗർഭിണിയാണ്. നീ ഗർഭിണിയായാലും അല്ലെങ്കിലും നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. എന്താ, നീ സമ്മതിക്കില്ലേ? ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങൾ എനിക്ക് പേടിയാണ്. ഓഹോ, പേടിയുള്ള പെണ്ണല്ലേ? അല്ല, അഹങ്കരിക്കുന്ന പെണ്ണായി മാറി. സത്താർ ശരിക്കും അതാ സൗദയെ പെരുമാറുകയാണ്. സൗദ പേടിച്ചു വിറച്ചു. ഒരു നിമിഷം അവൾക്ക് തോന്നി തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോന്ന്. എന്നാൽ അന്ന് അവിടെ വെച്ച് തള്ളിയതുപോലെ അവൾ സത്താറിനെ ശക്തമായി തള്ളി. പക്ഷേ ഇപ്രാവശ്യം വീണത് സത്താറല്ല, അവളായിരുന്നു. സൗദ അവിടെ കമിഴ്ന്നടിച്ച് വീണു. ഡീ, ഒരൊറ്റ ചവിട്ടിന് ഞാൻ എല്ലാം ഇല്ലാതാക്കും. നീ എൻ്റെ നേർക്ക് കൈയോങ്ങുന്നോ? ആഹാ, അഹങ്കാരി. നിനക്ക് കുറച്ച് ക്യാഷും പണവും കൂടി നീ കുറച്ച് വെളുത്തു തൊടുത്ത് സുന്ദരിയായപ്പോൾ ഹാഹാ കയ്യും കോലെ എൻ്റെ നേരെ നീ വീണ്ടും പൊന്തിക്കാൻ തുടങ്ങി അല്ലടി. നിന്റെ തള്ള എല്ലാവരോടും പറഞ്ഞു നടക്കുന്നുണ്ട് ഈ ഒരു കാര്യം. അങ്ങനെ തന്നെയാണ് ഞാനും ഇത് അറിഞ്ഞത്. ഞാനും അറിഞ്ഞു കഴിഞ്ഞു ഇത്. അതായത് ഞാൻ എന്താ അറിയില്ല നീ വിചാരിച്ചോ? നിന്റെ തള്ള ആരോടാ പറയാത്തത്? മരുമകൻ്റെയും നിന്റെ അമ്മായിമ്മ തള്ളയുടെയും പോരിശകൾ എല്ലായിടത്തും പറഞ്ഞു നടക്കുകയാണ്. മരുമകന് ഞങ്ങളെ വേണ്ടേ, വേറുള്ളവരെ വേണ്ടേ, എൻ്റെ മോളെ വിളിക്കാറില്ല. എന്താടി നാണം കെട്ട വർഗ്ഗങ്ങളല്ലേ. അങ്ങനെ മരുമകൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിക്കണമെങ്കിൽ അങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കാൻ പാടുണ്ടോ? എൻ്റെ സ്നേഹിതനെ വിളിച്ച് പറഞ്ഞു, എടാ എൻ്റെ പഴയ ആൾ തിരിച്ച് വീട്ടിലെത്തിക്കണല്ലോ എന്ന്. അതെ, നിൻ്റെ തള്ള ഇറങ്ങാൻ കാത്തിരുന്നാണ് ഞാൻ ഇങ്ങോട്ട് അകത്തേക്ക് കയറാൻ. നിൻ്റെ തള്ള നാടൊട്ടാകെ അങ്ങ് പാടി നടക്കട്ടെ. പോരിഷ, എന്താടി, എന്ത് പറ്റി? കുറച്ചൊക്കെ ഒരു അഹങ്കാരം കുറച്ച് നല്ല പെണ്ണുങ്ങളായി കെട്ടിയ ഭർത്താവിൻ്റെ മുമ്പിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം. അല്ലാന്നുണ്ടെങ്കിലേ അതെ, എൻ്റെ കാര്യം ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ ഇഷ്ടം പോലെ ജീവിക്കും. പിന്നെ എൻ്റെ ഉമ്മയെക്കുറിച്ച് നിങ്ങൾ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. നിങ്ങളെ ഉമ്മയെക്കുറിച്ച് അനാവശ്യം ഞാനല്ല പറയുന്നത്. നിന്നെ കെട്ടിച്ച വീട്ടുകാരെ കുറിച്ച് നിൻ്റെ ഉമ്മയാണ് പറഞ്ഞു നടക്കുന്നത്. ആകപ്പാടെ അത്രക്ക് മോശമാക്കാൻ പാടുണ്ടോ ആ നല്ലൊരു കുടുംബത്തെ? ഞാൻ വിചാരിച്ചതായിരുന്നു ജീവിച്ച് പോയിക്കോട്ടെ എന്ന് അവൻ കെട്ടിയപ്പോൾ. പക്ഷേ നിങ്ങൾ അഹങ്കാരം കൊണ്ട് നിങ്ങൾ വീണ്ടും ഇവിടെ എത്തി അല്ലേ? ആദ്യം കുറേ അഭിനയിച്ചൊക്കെ കാണിച്ചു അല്ലേ? രക്ഷപ്പെടാൻ വേണ്ടി രക്ഷപ്പെട്ടു. കയ്യിൽ ക്യാഷും ആയപ്പോൾ നിങ്ങളുടെ തനി സ്വഭാവം, നിൻ്റെ തള്ളയുടെ തനി സ്വഭാവം എടുത്തു തുടങ്ങി. അതി അനാവശ്യം പറയരുത് എൻ്റെ ഉമ്മയെ. വീണ്ടും അവളതാ അവൻക്ക് നേരെ ഓങ്ങുകയാണ്. എന്നാൽ ഇപ്രാവശ്യം അവൻ ശക്തമായി അവളുടെ മുഖത്തൊരടി കൊടുത്തു. ആ, വീട്ടിൽ കയറി ഉപദ്രവിക്കുക അല്ലേ? ഡീ, അവനെ വിചാരിച്ചിട്ടാ ഞാൻ നിൻ്റെ വയറ്റിലുള്ളതിനെ ഒരൊറ്റ ചവിട്ടിനെ ഇല്ലാതാക്കാനേ എനിക്കറിയായിട്ടല്ല. അതെ, എനിക്ക് അറിയാം, ഞാൻ ജീവിച്ച് പോയിക്കോട്ടെ വിചാരിച്ചാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ അഹങ്കാരികളായതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറി വന്നത്. എന്താടി, കെട്ടിയ ഭർത്താവിൻ്റെ അടുത്ത് ശരിക്കും നിൽക്കാൻ കഴിഞ്ഞില്ലേ? നിൻ്റെ തള്ളയാണ്, നിൻ്റെ തള്ളൻ്റെ പരിപാടിയല്ലേ അത് അവിടെ നിർത്താതെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്കറിയാടി നിൻ്റെ തള്ളനെ. നിങ്ങളുടെ ഉപ്പാനെ വരെ ആട്ടിവിട്ടത് നിങ്ങളുടെ ഉമ്മയാണ് അല്ലേ? അതേടി, അതെ, എൻ്റെ ഉമ്മാനെ കുറിച്ച് അനാവശ്യം വീട്ടിൽ വന്ന് പറയുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കിട്ടിയ ആ ഒരു മിക്സിയുടെ ആ ജാറെടുത്ത് അവൾ നേരെ അത് സത്താറിന് നേരെ എറിയുന്നു. എന്നാൽ അവൻ അവിടെ നിന്ന് മാറി. ഡീ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി ഒരു തള്ളവൻ തള്ളി. സൗദ വീണ്ടും വീഴുന്നു. അതെ, എന്തൊക്കെയോ തൻ്റെ കുഞ്ഞിന് സംഭവിച്ചിട്ടുണ്ടാവും എന്നവൾക്ക് മനസ്സിലായി. എന്നാലും വേണ്ടിയില്ല, ഇല്ലെങ്കിലും വേണ്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി അവൾ വീണ്ടും എണീറ്റ് അവൻ്റെ നേർക്ക് വരുന്നു. എടി പെണ്ണേ, നീ ഗർഭിണിയായ ഒരു സ്ത്രീയാണ്. അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ അതൊക്കെ കലങ്ങിപ്പോകും. മനസ്സിലായല്ലോ? കെട്ടിയ ഭർത്താവിൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാത്ത പെണ്ണല്ല. തള്ളയുടെ വർത്താനം കേട്ട് ഇറങ്ങി പോരാൻ പാടില്ലായിരുന്നോ? സത്താറിനോട് കളിക്കല്ലേ? ആഹാ, നീ എന്നെ ഉപദ്രവിക്കേ? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഞാൻ വന്നത്. നല്ല രീതിയിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ജീവിക്കടി. അല്ലാതെ നീ ഇവിടെ ഇങ്ങനെ തള്ളൻ്റെ സംസാരം കേട്ട് വീട്ടിൽ കൂടുതലല്ല. ആണുങ്ങളെ പൈസ മാത്രം ലക്ഷ്യം, അതാണ് നിങ്ങൾക്ക്. കുറേ വാങ്ങിക്കൂട്ടിയിരുന്ന് നിൻ്റെ തള്ളയും എന്നോട്. അത് ഞാൻ മറന്നിട്ടില്ല, അത് മറക്കാനും പോണില്ല. ക്യാഷ് കിട്ടിക്കഴിയുമ്പോഴേ നിങ്ങളെ സ്വഭാവം മാറും, അതെനിക്ക് നന്നായിട്ടറിയാം. ആദ്യം പറഞ്ഞിരുന്നു എൻ്റെ തള്ള ഓരോ കാര്യങ്ങളൊക്കെ എന്നോട്. എന്നാൽ നിങ്ങൾ നല്ല പൈസക്കാരൊക്കെ കിട്ടുമ്പോഴൊക്കെ എല്ലാം അങ്ങോട്ട് മറക്കും. പക്ഷെ സത്താറ് മറക്കില്ല. നിങ്ങളുടെ മുഴുവൻ ജീവചരിത്രവും ഇങ്ങനെ തന്നെയാണ്. നന്ദിയില്ലാത്ത വർഗങ്ങളാണ് നിങ്ങൾ. അതേ, എന്നെക്കുറിച്ച് കുറേ നിൻ്റെ ഉമ്മ പറഞ്ഞ് നടന്നിട്ടുണ്ട്, അത് ഞാൻ മറന്നിട്ടില്ല. സത്താർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ മറന്നിട്ടില്ല.
പക്ഷേ ഇപ്പോൾ പുത്തൻ വീട് തറവാട്ടിലെ നവാസിനെ കുറിച്ചാണ് ആകപ്പാട് നിൻ്റെ തള്ള പറഞ്ഞു നടക്കുന്നത്. ഓർത്തോ, ആണുങ്ങളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു നടന്നാലുണ്ടല്ലോ, ആണുങ്ങൾക്ക് പകയുണ്ടെങ്കിൽ അത് വീട്ടും. നിന്നോട് എനിക്കത് വീട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരവസരം കിട്ടട്ടെന്ന് കാത്ത് ഇരുന്നാണ് ഞാൻ. എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നിങ്ങളുടെ തനി സ്വഭാവം നിങ്ങൾ വീണ്ടും ഇറക്കുന്നത് കൊണ്ട് എനിക്കിങ്ങോട്ട് വരേണ്ടി വന്നു. അതെ സത്താർ, ഇറങ്ങിപ്പോണം വീട്ടിൽ നിന്ന്. ആരുമില്ലാത്ത നേരത്ത് വീട്ടിലേക്ക് കടന്നു വരുന്ന കള്ള, ഒരു ചതിയനാണ് നിങ്ങൾ. കള്ളൻ അല്ലേ? വിളിക്കടി, എന്നെ വിളിക്ക്, വയറ് നിറച്ച് വിളിക്ക്. പക്ഷേ സത്താറിന് ഉളുപ്പുമാനോ നഷ്ടപ്പെട്ടതാണ്. നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊരു ഭയമേ ഇല്ല. പക്ഷെ നിൻ്റെ തള്ളയോട് പറഞ്ഞെടുത്തേക്ക്, ആവശ്യമില്ലാത്ത രീതിയിൽ ആണുങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ ആണുങ്ങളെടുത്ത് നിന്ന് നല്ല ചുട്ടടി കിട്ടും കേട്ടോ. മനസ്സിലായിക്കോ. നിൻ്റെ വാപ്പാനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു നടന്നത്? മറ്റുള്ള പെണ്ണുങ്ങളെ കൂടെ പോവുകയാണ്, അങ്ങനെ ഇണങ്ങണമെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരോട് പറഞ്ഞ്. ഇപ്പോൾ ലാസ്റ്റ് എന്തായി? അയാൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി വേറെ ഭാര്യനായിട്ട്. അതുണ്ടാകും, മനസ്സിലാക്കിക്കോളി. നിങ്ങൾക്ക് സംശയരോഗം ഇച്ചിരി കൂടുതലാണ്, അഹങ്കാരവും. പിന്നെ നീ ഒരു പെണ്ണാണ്, നീ ഒരു ഗർഭിണിയായ പെണ്ണാണ്. ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നുമില്ല, ഒന്നും ചെയ്യണില്ല. എനിക്ക് നിരക്കാത്തതാണത്. ഗർഭിണിയായ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുക, അവരെ ചീത്ത പറയാനുണ്ട്. പക്ഷേ ഓർത്തോ, ഓർത്തില്ലെങ്കിൽ നിനക്ക് നിൻ്റെ ഭർത്താവ് നഷ്ടപ്പെടും. ആണുങ്ങളെക്കുറിച്ച് വെറുതെ ഓരോന്ന് പറഞ്ഞ് നടക്കരുത്. ഉള്ള കാലം അവരുടെ കൂടെ ജീവിക്കുക, അല്ലാതെ അവരുടെ കുറ്റവും കുറവും പറഞ്ഞ് നാട്ടുകാരെ ബോധിപ്പിച്ച് നടക്കലല്ല വേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുണ്ടോ? ഒരു ചെയ്തുമില്ലല്ലോ. അത് പറഞ്ഞു നടന്നത് എന്താ? അതിനുള്ളത് ഉണ്ടായിട്ട് തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഓഹോ, അന്ന് നിനക്ക് നാവില്ലായിരുന്നു, ഇപ്പം അല്പം നാവ് കൂടിപ്പോയില്ലേ? നീ ജീവിക്കുകയാണെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് നിരകിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് വേറെന്തെങ്കിലും ആവുകയാണ്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. നിന്നോട് എനിക്ക് പക വീട്ടാനുണ്ട്, ചവിട്ടി തീർക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ വേണ്ട, ഒരു മനുഷ്യക്കുഞ്ഞ് ആ വയറ്റിനുള്ളിൽ വളരുന്നുണ്ട്. ആ ഒരു പരിഗണന വെച്ച് പിന്നെ ആ വീട്ടുകാർ ഒരുപാട് ആളുകൾക്ക് സഹായം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവരെ ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കൂല. ഓർത്ത് സൂക്ഷിച്ച് ജീവിച്ചാൽ ദുഃഖിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അതാ അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, അത് സത്താറെ, നിന്നെ പോലീസിൽ ഏൽപ്പിക്കും വേണ്ടാത്ത രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ. ഇവിടെ വന്ന് ഇതൊക്കെ സംസാരിക്കാൻ നീ ആരാ? നിനക്ക് എന്ത് അധികാരമുള്ളത്? അത് സൗദാ, അഹങ്കാരം വേണ്ട. തൊട്ടപ്പുറത്ത് കാണുന്ന വലിയ ബമ്മാട് അതൊന്നും നിങ്ങളുടെ അതുകൊണ്ടല്ല, നിൻ്റെ ഭർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അവിടെ പൊങ്ങുന്നത്, അറിയാഞ്ഞിട്ടല്ല. പക്ഷേ അതെന്നും കാത്തു സൂക്ഷിക്കണം. അത് ക്യാഷ് കിട്ടുമ്പോൾ മാത്രമല്ല ആണുങ്ങളോട് ഇഷ്ടം വേണ്ടത്, എല്ലായ്പ്പോഴും വേണ്ടി വരും. അഹങ്കരിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. നിന്നെയൊക്കെ കെട്ടാത്തത് എൻ്റെ ഭാഗ്യം. അഥവാ കെട്ടിയിരുന്നെങ്കിൽ നീ ഇതുപോലത്തെ ചതി ചെയ്യും. ഇപ്പോൾ അവനെ ഉപേക്ഷിച്ച് നീ ഇങ്ങ് പോന്നു. ആരാടാ പറഞ്ഞത് ഞാൻ അവനെ ഉപേക്ഷിച്ചെന്നുള്ളത്? അങ്ങനെയാണല്ലോ നിൻ്റെ തള്ള പറഞ്ഞു നടക്കുന്നത്. അതെ, അങ്ങനെയൊന്നല്ല, ഞാൻ ഉപേക്ഷിച്ചോ ഒന്നല്ല, എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതോ. റെസ്റ്റ്? നീ റെസ്റ്റ് എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ ആണുങ്ങളെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞ് നടക്കരുതെന്ന് നിൻ്റെ തള്ളയോട് നീ പറഞ്ഞു കൊടുക്കണം, മനസ്സിലായല്ലോ? അതും പറഞ്ഞുകൊണ്ട് ശക്തമായി ചവിട്ടിമെതിച്ചുകൊണ്ട് സത്താർ അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ സൗദ ഒരു നിമിഷം പൊട്ടിക്കരഞ്ഞു. അല്ലാ, എന്തൊക്കെയാണ് ഉമ്മ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞു നടക്കണേ? അവൾ ഫോണെടുത്ത് ഉമ്മയെ വിളിച്ചു. അയാളുടെ കൈകൊണ്ട് ശക്തമായി എൻ്റെ കവിളിൽ പിടിച്ചപ്പോൾ വേദന എടുക്കുന്നു. എൻ്റെ കുട്ടിക്ക് എന്തേ പറ്റിയാവോ? ഇനി പറ്റിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്താന്നില്ലേ, കുറച്ച് അനുഭവിക്കണം. ഒരു സ്വന്തം കുഞ്ഞില്ലാതാവുമ്പോൾ ആ ഒരു വേദന അറിയണം നവാസ്, അതാ വേണ്ടത്. ഇത്ര ദിവസമായിട്ടും വന്നില്ലല്ലോ ഇങ്ങോട്ട്, വല്ലാത്ത സാധനം തന്നെ. എന്നാലും ഞാനിവിടെ ഒരുത്തിയുള്ളത് ഓർത്തില്ലല്ലോ. ഉമ്മയെ ഫോൺ വിളിച്ചു, ഉമ്മ എടുക്കുന്നില്ല. എൻ്റെ റബ്ബി, എന്താ ഉമ്മ എടുക്കാത്തത്? ഉമ്മാക്ക് എന്നെ ഇവിടെ ഇട്ടിട്ട് പോകാൻ കുഴപ്പമില്ല. അതെ, അന്ന് പുത്തൻ വീട് തറവാട്ടുകാർ എന്നെ അവിടെ ഇട്ട് പോയിന്ന് പറഞ്ഞിട്ട് ആകപ്പാടെ ബഹളാക്കിയിരുന്നു. എന്നാൽ ഈ സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ ഫോൺ എടുത്തു. എന്താടി ഉമ്മ, നിങ്ങൾ എവിടെ? അനക്കെന്തേ മിണുങ്ങാണ്ടാക്കി കൊണ്ടുവരണ്ടടി, അല്ലാതെ ഇപ്പോൾ ആരവിടെ? എൻ്റെ മാപ്പിള അവിടെ കൊണ്ടുവന്ന് നടക്കണുണ്ടോ? ഉമ്മ, നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? ഞാൻ സാധനങ്ങൾ വാങ്ങാൻ പോയതാടി. വേഗം വരുന്നേ. എന്താടി? ആക്കം പോലെ വരുള്ളൂ. അവിടെ ഉള്ള എന്താ വെച്ചാൽ തിന്ന് കുടിച്ചോ.
അവൻ പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്തു. പഠിച്ചോനെ, വല്ലാത്ത അബദ്ധമായി പോയല്ലോ എനിക്ക് പറ്റിയത്. ഞാൻ നവാസ് ഖാൻ്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോന്നും ചെയ്തു. പഠിച്ചോനെ, വല്ലാത്തൊരു കെണിയായി പോയല്ലോ ഞാൻ. ഇനിയിപ്പോൾ സത്താർ നാളെ വരും, എനിക്കറിയില്ല. ഉമ്മ എന്തെങ്ങനെ എന്നിട്ട് പോണത്. ഒരുപാട് സമയം കഴിഞ്ഞു. അതാ രാത്രിയായി തുടങ്ങി. ഉമ്മ വന്നു. എൻ്റെ റബ്ബേ, കൊയങ്ങി. ഒരു ഗ്ലാസ് വെള്ളം എടുത്താടി. ഉമ്മ, നിങ്ങൾ എപ്പോൾ പോയതാ ഉമ്മ? എനിക്ക് 1-2 സ്ഥലത്തൊക്കെ പോകാണ്ടേനു. അന്നെങ്ങനെ കാത്തു വെച്ച് ഇവിടെ നിൽക്കാൻ കഴിയുമോ? ഉമ്മ, എന്നെ ഇട്ട് പോയെന്ന് പറഞ്ഞിട്ടല്ലേ അന്ന് ഉമ്മ എന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. എടി പെണ്ണേ, അതൊക്കെ വിളവാണെടി, അല്ലെങ്കിൽ അവിടെ പണിയെടുത്ത് കൊയങ്ങും. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാ, നവാസിനോട് ആ പൈസ നേരക്ക് കൊണ്ട് അയക്കാൻ പറയും, പെരപ്പണിയോടെ പൂർത്തിയാക്കാണ്ട്. ഉമ്മ, നിങ്ങൾ വല്ലാത്ത എന്നിട്ട് ഇത്രയും ഇവിടെ വന്നത് ആരെനിക്കറിയോ? നിങ്ങൾക്ക് അറിയോ ഉമ്മക്ക്? ആരടി വന്നത്? ഇവിടെ സത്താർ വന്നിരുന്നോ? ആ പഹ എന്തെങ്കിലും വന്നോ? എന്നിട്ട് എന്തേ? സത്താർ വന്ന് കുറേ ഉമ്മ എന്തിനാ എല്ലാവരോടും ഈ നവാസ് ഖാൻ്റെ കുറ്റം പറഞ്ഞ് നടക്കണേ? പിന്നെന്താടി പറയണ്ടേ? ഇത്രയും ദിവസമായിട്ട് വന്നിക്കണോ? എന്നെപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കൊടുന്നിട്ട് കുറച്ച് ദിവസം അയക്കണമല്ലോ. ഒരു വന്ന് നോക്കി ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട്. ഐഷുമ്മ വലിയ എല്ലാവർക്കും സഹായം ചെയ്യണ ആളാണല്ലോ, എന്താ ഇങ്ങോട്ട് വരാത്തത്? ഉമ്മ, നമ്മളെന്നല്ലേ ഇറങ്ങിപ്പോന്നത്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഇറങ്ങിപ്പോന്നതാണെങ്കിലും ഇല്ലെങ്കിലും ഓലെ കുട്ടി എൻ്റെ പള്ളിയിലുണ്ട്, ആ ഒരു ഓർമ്മ ഓൽക്ക് വേണ്ടേ? പുത്തൻ വീട് തറവാട്ടത്തോലെ ഇത്രയും മോശക്കാരാ? ഞാൻ ആ റെജിനാനോടൊന്ന് പോയി പറയട്ടെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ. ഉമ്മ, നിങ്ങളിപ്പോൾ തൽക്കാലം പോകണ്ട, ഇങ്ങോട്ട് പോരി, അവിടെ നിൽക്കടി. മരിബാങ്കാണ് കൊടുക്കണത്. എന്നാലും മടിയില്ല, പറയാനുള്ളത് ഞാൻ പറയും. നേരെ റെജിനത്തയുടെ വീട്ടിലേക്ക്. റെജിന, റെജിന. എന്ത് താത്ത? എൻ്റെ പൊന്നാ റെജിന, പുത്തൻ വീട് തറവാട്ടുകാർ പറഞ്ഞു കാണിച്ച് ഞങ്ങളെ ചതിച്ചതല്ലടി. ഇത് ഞങ്ങൾ ചതിച്ചില്ലേ? എന്ത് നിങ്ങളീ പറയണത്? ഇത് അങ്ങനെ നോക്കൂ ഇങ്ങനെ നോക്കൂ, അങ്ങനത്തോളം എന്നൊക്കെ പറഞ്ഞു കാണും. നല്ല മട്ടത്തിന് നവാസിന് പെണ്ണുങ്ങളില്ല, കുട്ടികളുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കാണും. ചതിച്ച് കാണും എൻ്റെ മോളെ കെട്ടിച്ചില്ലേ? എൻ്റെ മോളെ കെട്ടിച്ച് എന്നിട്ട് പോല് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. എൻ്റെ മോള് ഗർഭിണിയാണല്ലോ. ഓലൊരു കുട്ടി ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. പുതിയാപ്പിളിയും വരുന്നില്ല, ഓളെ അമ്മായിയും വരുന്നില്ല. മറ്റോള് നുസൈബാൻ്റെ അടുത്തേക്ക് എന്തേനും പോക്കും വരും, എന്തൊക്കെയാണ് പറച്ചില്. പൊന്നാര് താത്ത, ഇങ്ങളായിട്ട് ഇറങ്ങിപ്പോന്നതല്ലേ? ഇഷ്ടമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിക്കണമെങ്കിൽ പിന്നെ നിങ്ങളെ തേടി തെരഞ്ഞു വരുന്നത് ശരിയാണോ? നേരെ മറിച്ച് നവാസ് ഇവിടെ കൊണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ ബാധ്യതയാണ് തിരിച്ചു കൊണ്ടുപോകണത്. ഇത് നിങ്ങളെ ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്നതല്ലേ? റെജിന, അനക്കിപ്പോൾ എൻ്റെ ഏട്ടത്തിനെ പറയുമ്പോൾ പൊള്ളുണ്ട് അല്ലേ? എൻ്റെ ഏട്ടത്തിൻ്റെ മകനും തന്നെ അല്ലേ? അതെനിക്ക് പൊള്ളുന്നുണ്ട്, എനിക്കറിയാം. അല്ലെങ്കിലും പൊന്ന് താത്ത, നിങ്ങൾ മാപ്പ് പറഞ്ഞ് തിരിച്ചു ചെല്ലി. നിങ്ങളെ മോളെ നിങ്ങൾ കൊണ്ടാക്കി കൊടുക്കി, അതാണ് വേണ്ടത്. നിങ്ങൾ ഇറങ്ങി പോകുന്ന സ്ഥിതിക്കാണെങ്കിൽ നിങ്ങൾ തന്നെ പോകണം. അല്ലാതെ ഇങ്ങോട്ട് വരുന്നത് ശരിയാണോ? നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മളത് തിരുത്താൻ നോക്കുക, അല്ലാതെ മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഐഷുമ്മക്ക് അവിടെ എൻ്റെ താത്ത അവിടെ ഒറ്റക്കാണ്, അതൊന്നും നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒറ്റക്കാക്കിയത്. കുറച്ച് നേരം നിൽക്കട്ടെ. മറ്റേത് എൻ്റെ കുട്ടി കുറേ അവിടെ പേറിയിക്കണ്. ഞാൻ പറഞ്ഞതിനോളോട് പള്ളിയിലുള്ള സമയമായപ്പോൾ തന്നെ ഇനി ഒന്നിനും നിൽക്കരുത്, ഇജ്ജ് അവിടെ നല്ല മട്ടത്തിൽ നിൽക്കണം എന്നുള്ളത്. കാരണം അവിടെ കണ്ട ആണുങ്ങൾക്കൊക്കെ വെച്ചുണ്ടാക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ നുസൈബാൻ എപ്പോഴൊന്നും കൊണ്ടുവരില്ലല്ലോ. അവിടെയുള്ള വേലക്കാരത്തിനാണെങ്കിൽ നല്ലോ പൊന്നും പണ്ടും കൊടുത്ത് കെട്ടിച്ചും ചെയ്തു. എന്താണല്ലേ ഇപ്പോൾ അവിടെ നിർത്തിക്കൂടെ? അങ്ങനെയാണെങ്കിൽ അതല്ല മാണ്ടിയത്. വല്ലാത്തൊരു പുതുമ തന്നെയാണ്. വാതോരാതെ ചീത്ത പറയുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. റജിനത്ത് പറഞ്ഞു, നിങ്ങളോട് ഞാൻ സംസാരിക്കാനില്ല. നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ നല്ലൊരു ജീവിതമായിട്ട് ഓളായിട്ട് നശിപ്പിക്കണ്ട. അതെ, വാശി പുത്തൻ വീട്ട് തറവാട്ടുകാർക്കല്ല, ഞങ്ങൾക്കുണ്ട് വാശി. എനിക്കും എൻ്റെ മോൾക്കും ഉണ്ട് വാശി. എൻ്റെ പുതിയാപ്പിളേ ഇറങ്ങിപ്പോയതെങ്ങനെ? എൻ്റെ വാശി ഒരിക്കലും തീരൂല. അതുകൊണ്ട് എൻ്റെ പുതിയാപ്പിള വേറെ പോയി പെണ്ണെട്ടി. മൂപ്പരോട് ഞാൻ മുണ്ടൂലല്ലോ, കാരണം എൻ്റെ വന്നീനോ ഞാൻ മുണ്ടൂല. എന്താ അജ്ജാതി കാട്ടിക്കൂട്ടനല്ലേ? ഇവിടെ ലാസ്റ്റ് മൂപ്പര് വേറെ പോയി പെണ്ണിട്ട് ഞമ്മക്കിപ്പോൾ എന്തേ? അന്തസ്സ് വേണം, കുറച്ചൊക്കെ ഒരു അഭിമാനം വേണം. അല്ലാതെ ഇങ്ങനെ അവിടെ എൻ്റെ കുട്ടീനെ അവിടെ നിന്നിങ്ങനെ പേർപ്പിച്ചാൽ ഞാൻ ആഗ്രഹിക്കണില്ല. ഇന്നോള് പൈസക്കാരൻ്റെ പെണ്ണുങ്ങളാണ്. ഇതുവരെ ഗൾഫിലും കാര്യങ്ങളിലും നല്ല രീതിയിൽ മട്ടത്തിൽ എന്നിട്ട് പിന്നെ അവിടെ വന്നിക്കാണ്ട് മറ്റുള്ള വേലക്കാരിനാണ് കെട്ടിച്ച് ഒഴിവാക്കി. എന്നാ ഉണ്ടാവുമല്ലോ അപ്പുറത്ത് ആ ജമീൽ താത്താന്ന് വിളിച്ച് കണ്ട് അടിച്ചു വരി തുടക്കലും പാത്രം മോളൊക്കെ ചെയ്യിപ്പിക്കുക. അതെങ്കിലും ചെയ്യിപ്പിക്കുക, അവിടെ നിർത്തണ്ട. ഓള് കുറേ എടുത്തതല്ലേ? പൊന്നാര താത്ത, എൻ്റെ താത്ത എന്ന് വെച്ചാൽ ഒരാളെയും
പണിക്ക് വേണ്ടി നിർത്തലില്ല. എൻ്റെ താത്താൻ്റെ ആമക്കളെന്നെ നല്ലോണം ചെയ്യും. എന്തിനാണിപ്പോൾ നവാസും ഫൈസലും പോട്ടെ, എൻ്റെ ഷമ്മാസ്, എൻ്റെ താത്താൻ്റെ ചെറിയ മോനെ, ഉണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെ ആണിൻ്റെ പണി ഓടുക്കും. ഒരിക്കൽ പോലും ഷമ്മാസിനെ ഉമ്മനെ ഒറ്റക്കാക്കാൻ കഴിയൂല. ഉമ്മാനിതുവരെ ഒറ്റക്കാക്കിയിട്ടില്ല, നല്ല രീതിയിലാണ് നിന്നിട്ടുള്ളൂ. നിങ്ങളെ ബുദ്ധിമോശം കൊണ്ട് ഇറങ്ങി പോന്നിക്കുകയാണെങ്കിൽ നിങ്ങളെ നഷ്ടം. തിരിച്ച് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഓളെ കൊണ്ടാക്കി കൊടുക്കുമല്ലോ, സ്വീകരിക്കുള്ളൂ. മാപ്പ് പറഞ്ഞോളി, തെറ്റ് പറ്റീന്. ഞാൻ മാപ്പ് പറയണേ. ഞാൻ ഇപ്പം എല്ലാവരോടും പറഞ്ഞു നടക്കണം അവിടുത്തെ സ്വഭാവങ്ങളൊക്കെ. എന്തൊരു സ്വഭാവം അത്! ഒരു പള്ളിയുള്ള പെണ്ണാണല്ലോ അവിടെ പരിയുള്ളത്. ഒരു കുട്ടി വന്ന് നോക്കി ഒന്ന് വിളിച്ചിണ്ടാ? അങ്ങനെയാണ് ആൾക്കാർ. നിങ്ങളായിട്ട് തന്നെയല്ലേ കൊണ്ടുവന്നത്. എനിക്കൊന്നും ഇതിപ്പോൾ പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് റജിനത്ത് അകത്തേക്ക് തന്നെ പോയി. ഉമ്മ അങ്ങോട്ട് പോരി, നിങ്ങൾ എന്തിനാണ് ഉമ്മ വേണ്ടാത്തിന് നമ്മൾ നിന്നു, അതാണ് നമ്മൾ പാവം വിചാരിച്ച് ചെയ്തു. എന്നാൽ റജിനത്തെ പഠിച്ചോനെ, ഏത് സമയത്ത് എനിക്ക് ഇതിൽ നിന്ന് നല്ലൊരു പെണ്ണായിരുന്നു സൗദ, എന്താ ഇപ്പം ചെയ്യോലന്മാരും വേണ്ട കുറച്ച് നന്നാകുക. പഠിച്ചോനെ, ഏത് സമയത്താണ് നല്ല കാര്യം ചെയ്തതാണ്, നല്ല രീതിയിൽ രക്ഷപ്പെട്ടോട്ടെന്ന് വിചാരിച്ചത്. ഒക്കെ സമാധാനത്തിലായും ചെയ്തിനു. ഇപ്പോൾ കുട്ടികളെ നോക്കണില്ല, കുട്ടികളെ നേരത്തെ ചീത്ത പറയണമെന്നൊക്കെ പറഞ്ഞപ്പോഴും ഒരു ഇടങ്ങാറ്. ഓൽക്കൊക്കെ നിൽക്കണോടത്തോടെ നിന്നാൽ മതി. ആ സത്താറിനേറ്റ ആൾ കിട്ടിയാൽ മതി. എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരുന്നു. ഇവലും കുറവില്ല, ഓലും കുറവില്ല. അതായിരുന്നു നല്ലത്. ഞാൻ നല്ലതിൻ്റെ നവാസ് നല്ലൊരു മനുഷ്യനായിരുന്നു പഠിച്ചോനെ. ഓൻ പെണ്ണുങ്ങളെ വിഷമിക്കും, ഇടങ്ങാറാക്കും, വിഷമിപ്പിക്കും, ഒന്നും ചെയ്യൂല. ഓൻ ആ ഫസീലാൻ എങ്ങനെ നോക്കിയിരുന്നു ആദ്യം തന്നെ. പിന്നെ ഓല് തലക്ക് തിരിഞ്ഞ് കുത്തിക്കല്ലേ. ഇതും അതന്നെ സ്ഥിതി. നല്ല രീതിയിൽ ഓൻ പെണ്ണുങ്ങളോട് പെരുമാറലും കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ഓല് തലയിൽ കയറുകയാണ്. ഇപ്പോൾ നവാസിനെ തലയിൽ കയറുകയാണ് ഓള്. എന്താ റബ്ബേ കാട്ടുക. എന്നാൽ അതാ സൗദയുടെ ഉമ്മ വീണ്ടും വിളിച്ച് പറയുന്നത്, അതേ കേസാണ് കൊടുക്കും, കേസും കോടതിയും കൂട്ടൊക്കെ ഉണ്ട് ഇവിടെ. നഷ്ടപരിഹാരം ഇവിടെ നല്ലോ പള്ള നിറച്ച് ഇവിടെ കിട്ടേണ്ടി വരും, കുറച്ചൊന്നും പോരാ. പീഡന കുറ്റത്തിനും കേസ് കൊടുക്കും. എനിക്കിവിടെ കേസ് പറയാനൊക്കെ ഉണ്ട്. ഗർഭിണിയായ പെണ്ണിനെ ഉപദ്രവിച്ചു, റൂമിലിട്ട് പൂട്ടിപ്പോയി എന്നൊക്കെ പറയാനുണ്ട്. അതിനൊക്കെ നിങ്ങൾ ഐഷുമ്മാൻ്റെക്കൊന്നും എൻ്റെ നവാസിൻ്റെക്കൊന്നും കുറച്ച് ചില്ലാതെ ഞങ്ങൾ വാങ്ങും, നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആ താത്ത അതാ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പഠിച്ചവനെ, വല്ലാത്തൊരു പുതുമായി റബ്ബേ, എൻ്റെ താത്താക്കൊന്നും ഇങ്ങോട്ട് സമാധാനത്തിലൊരു ജീവിതം വരുമ്പോഴേക്കും ഒന്നും ഇങ്ങോട്ട് ഇതാവും. കൊടുക്കലൊക്കെ ഏറിയിട്ടാണ് തോന്നുന്നുണ്ട്. റബ്ബേ, റജിനത്ത ആകപ്പാടെ വിഷമിച്ചു. പഠിച്ച റബ്ബേ, ഏതായാലും വല്ലാത്തൊരു പുതുമന്നെ. എന്നാൽ അത് ഇളകിക്കൊണ്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. സൗദ, എടി ഓനക്കെതിരെ കേസ് കൊടുക്കണം ഞാൻ. ഓനെ ചില്ലറ ഇതൊന്നല്ല നമ്മളെ കാട്ടണത്. ഇത്ര ദിവസമായല്ലോ, ഒന്ന് വിളിച്ചെന്നോനെ. ഉമ്മ എന്നോട് പറഞ്ഞിരുന്നല്ലോ പോകുമ്പോൾ എന്നെ കാക്കണ്ടെന്നുള്ളത്. അതാണ് നവാസ്ക്ക് വാശി. അത്ര വാശി പാടില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ ഓൻ്റെ കുട്ടി എൻ്റെ പള്ളിയിലില്ലേ, കേസ് കൊടുക്കുക, ഗർഭിണിയെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞുകാണ്ട്. നേരത്തെ സത്താർ വന്നപ്പോൾ അവൾ ആ കട്ടിലേക്ക് മറിഞ്ഞു വീണപ്പോൾ തന്നെ അവൾക്ക് ചെറിയ എന്തോ ഒരു പ്രശ്നം പറ്റിയ പോലെ ഉണ്ടായിരുന്നു. ഒരു നിമിഷം അവൾ വിചാരിച്ചു, അതെ, ഈ ഗർഭങ്ങാനും എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്തായാലും അത് നവാസ് ഖാൻ്റെ പേരിൽ, അത് ആ വീട്ടുകാരുടെ പേരിൽ ഞാനിത് കെട്ടിവെക്കും. അത് ഉപദ്രവിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ ആയത് എന്ന് പറയും, ഉറപ്പായിട്ടും ഞാൻ പറയും. ഉമ്മയും അതിന് കൂട്ടുനിന്നു. അതെ ഞമ്മക്ക് കേസ് കൊടുക്കണം, നല്ല നഷ്ടപരിഹാര തുക വാങ്ങണം, അതിന് നല്ല പറയണം. എന്ത് പറയണം? ഇജന്നെ പറയണം, ഞാനല്ല പറയേണ്ടത്. ഇന്നെ ഗർഭിണിയാക്കിയിട്ട് ഓല് ഉപദ്രവിച്ച് റൂമിൽ പൂട്ടിട്ട് പോയി. എല്ലാവരും കൂടി ഇന്നെ ഒറ്റക്കിട്ട് പോയി, ഉപദ്രവിച്ചു. അതുപോലെ തന്നെ ഭക്ഷണം ശരിക്ക് തന്നില്ല. അങ്ങനെ എല്ലാം പിന്നെ വീട്ടിലത്തെ ജോലിയൊക്കെ മുഴുവനായി ചെയ്യിപ്പിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടി, മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞതിൽ മാറ്റം വരുത്താൻ നിൽക്കണ്ട. ഒരു നിമിഷം അവൾ ഞെട്ടി. ഉമ്മ അങ്ങനെയൊക്കെ പറഞ്ഞോ, നല്ല പറഞ്ഞോ. ഗർഭിണികൾക്കൊക്കെ നല്ല നഷ്ടപരിഹാരം കിട്ടും. ഇനി പോനിങ്ങോട്ട് വന്നില്ലെങ്കിലും എന്നെ ഒഴിവാക്കുകയാണെങ്കിൽ എന്തായാലും ഒരു കുഴപ്പമില്ല, നമുക്ക് പൈസ കിട്ടിയാൽ മതി. പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നഷ്ടം പോലെ ജീവിച്ചൂടെ? പൈസ നല്ലോണം കുറച്ചൊന്നും പോരാ, നല്ലോ എഴുതി കൊടുക്കണം, എന്നെ ഉപദ്രവിച്ചു അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ അവൾ തട്ടിത്തടഞ്ഞ് വീണപ്പോൾ അവളുടെ കാലിൽ ചെറുതായിട്ട് ഒരു പരിക്ക് പറ്റിയിരുന്നു. ഉമ്മ, ഇത് ആ സത്താർ വന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ അതിൽ കൂട്ടിക്കോ. സത്താറിന് പകരം പേര് നവാസ് എന്നാക്കുക. നവാസ് എന്നെ വന്ന് ഇങ്ങനെ പീഡിപ്പിക്കാൻ നോക്കി, ഇങ്ങനെ വീട്ടിൽ വന്ന് ഉപദ്രവിച്ചു, അതൊക്കെ പറഞ്ഞോ.
സത്താർ എന്നല്ല, നവാസ് എന്നവിടെ പറയുന്നുണ്ട്. സത്താറെ പറഞ്ഞിട്ട് കാര്യമില്ല. സത്താറാകുമ്പോൾ പൈസ ഇല്ലാത്തവനാണ്. ഓന് പോയി ജയിലിൽ കിടന്നാലും അതിനുള്ള നഷ്ടപരിഹാരം കിട്ടൂല. ഇതാകുമ്പോൾ എന്താണ്, ഓലടുത്ത് കോടികളുണ്ട്. കോടികൾ കണ്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇവൻ്റെ പേരിൽ കേസ് നമ്മൾ കൊടുക്കണം. മനസ്സിലായല്ലോ? ഇനി പൻ്റെ ഈ കുട്ടി കണ്ട് ഇല്ലാതായി പോയാലും വേണ്ടിയില്ല. കാരണം ഓല് വാശിക്ക് നിൽക്കുകയാണ്. ഓല വാശി ഞാൻ തീർത്ത് കൊടുക്കുക. ആഹാ, പുത്തൻ വീട് തറവാട്ടത്തെ കുട്ടികൾ അതങ്ങനെ അങ്ങോട്ട് ഇതാകണ്ട. എന്തായാലും ആ ഐഷുമാക്കൊക്കെ മനസ്സിക്ക് വല്ലാത്തൊരിതുണ്ടാവും. എൻ്റെ നവാസിൻ്റെ കുട്ടി പറഞ്ഞുകൊണ്ട് അതെ ഓല് പത്രം അങ്ങോട്ട് സുഖിക്കണ്ട. നമുക്ക് പൈസ മതി ജീവിക്കാൻ, അല്ലാതെ കുറേ നല്ല ആൾക്കാരൊന്നും വേണമെന്നില്ല. മനസ്സിലായല്ലോ? ഉമ്മയുടെ വാക്ക് കേട്ട് സൗദ ഒന്നും പറഞ്ഞില്ല. ഒരു നിമിഷം അവളൊന്ന് ഞെട്ടിപ്പോയി. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് എന്താണ് സംഭവിക്കോ എന്ന് വരെ അവൾക്ക് തോന്നി. നേരത്തെയുള്ള ആ ഒരു വീഴ്ചയിൽ അവൾക്ക് തന്നെ ചെറിയ എന്തോ ഒരു സംശയമുണ്ട്. കാരണം കുട്ടിക്ക് എന്താ റബ്ബേ അനക്കൊന്നും ഇല്ലേ, എനിക്ക് പേടിയാവുന്നു, തീരെ ഒരു അനക്കില്ലാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഉമ്മ, എനിക്കെന്തോ പറ്റിയിരിക്കണം. നേരത്തെ ഞാനും സത്താറിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ അതിനായിട്ട് ചെറുതായൊന്ന് കൂടിയപ്പോൾ ഒന്നും ഇങ്ങോട്ട് ഇവിടേക്കണ്ട് കമിഴ്ന്ന് വീണീനോ. എടി, ഇല്ലാതാട്ടെ, അതിൻ്റെ പേരിലും കേസ് കൊടുത്ത് നമുക്ക് പൈസ വാങ്ങണം, അതാ വേണ്ടത്. അതെ, ദുഷ്ടയായ ആ ഉമ്മ മകൾക്ക് അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ അവൾക്കും വാശി കൂടി. കാരണം ഇത്രയും ദിവസമായിട്ട് നവാസ്ക എന്നെ വിളിച്ചില്ല, എൻ്റെ അടുത്തേക്ക് വന്നില്ല. ആ ഒരു ദേഷ്യവും വാശിയും അവൾക്ക് നല്ലോണമുണ്ട്. ഓൾക്ക് അത് പറഞ്ഞാൽ മതി, ഞാൻ ഇറങ്ങി വന്നു വിചാരിച്ചിട്ട് എന്നെ വിളിക്കാതിരിക്കല, എൻ്റെ അടുത്തേക്ക് വരാതിരിക്കല, അങ്ങനെയാണോ നല്ല ഭർത്താക്കന്മാർ ചെയ്യുക? വല്ലാത്തൊരു ഓൾക്കിപ്പോൾ ഒരു സമീറുണ്ട്. എന്താണ് അവരോട് സ്നേഹമോ, ഭയങ്കര സ്നേഹമുള്ള സമീറ. വായ തുറന്ന സമീറയാണ്. സമീറാൻ്റെ ആദ്യ ഭർത്താവിനെ കാണണം. ആദ്യ ഭർത്താവിനെ കണ്ടിട്ട് നല്ലൊന്ന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ട് ഓരോ കുടുംബത്തിന് നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടാക്കണം അയാളെ കൊണ്ട്. അയാൾ കുറച്ച് കള്ളു കുടിക്കുന്ന ആൾ കൂടിയാണ്. അങ്ങനെ പ്രശ്നമില്ലല്ലോ. അവളുടെ മനസ്സിലും പല ചിന്തകൾ. സൗദ നല്ലവളായിരുന്നു, എന്നാൽ ഇപ്പോൾ അവൾക്കും വാശി കൂടി. അത് ഉമ്മ പറയുന്ന ഓരോ വാക്കുകൾ കേട്ടുകൊണ്ട്. അതെ, നവാസ് മറ്റോളെ പയിക്കും. ഇനിയിപ്പോൾ മറ്റോളെ തിരിച്ചെടുക്കുമോ എന്താന്നാവും. ഏതായാലും നല്ല ടീം തന്നെയാണ്. അതെ സൗദ, ഞാൻ പറഞ്ഞു തരാം, എല്ലാം തത്ത പറയുന്ന പോലെ പറയണ കോടതിയിൽ. നവാസിനെ കുറിച്ച് പറയാനുള്ളതൊക്കെ എഴുതി വെച്ചോ. എഴുതി വെച്ച് കാണാപ്പാടം പഠിച്ചു. അന്നെ കാര്യമായിട്ട് ഇത് പറഞ്ഞു. ഗർഭിണിയായി എന്നെ ഉപദ്രവിച്ചു, റൂമിൽ പൂട്ടിയിട്ട് പോയി, ഭക്ഷണം തന്നില്ല, വീട്ടുപണി നല്ലോണം എടുപ്പിച്ചു. അതുകൊണ്ട് ഞാൻ മനം നൊന്ത് അവിടുന്ന് ഉമ്മാൻ്റെ കൂടെ ഇറങ്ങി വന്നു. ഇവിടെ വന്നതിന് ശേഷം അവരെനിക്ക് ചിലവിനും തന്നില്ല, ആരും വന്നതുമില്ല. അവർ വന്ന് ഉപദ്രവിച്ച് എനിക്ക് പരിക്കുകളൊക്കെ പറ്റി. അതൊക്കെ ഒന്ന് കാട്ടിക്കൊടുക്ക്. എന്നിട്ട് എൻ്റെ കുട്ടിക്ക് അനക്കമില്ലാത്ത പോലെയായി. അങ്ങനെയൊക്കെ നല്ല പറയണം. എന്തായാലും നാളെ ഞാൻ ഓൾക്കെതിരെ കേസ് കൊടുക്കും, അത് ഉറപ്പാണ്. അതിലൊരു മാറ്റം ഇല്ല കേട്ടോ. സൗദ ഒരു നിമിഷം ഞെട്ടിയെങ്കിലും അവളും ഉമ്മാൻ്റെ ഭാഗം ചേർന്നു. അവൾക്കും ദേഷ്യം തോന്നിയിരുന്നു നവാസ്കയോടും ആ മക്കളോടും ഉമ്മയോടൊക്കെ. എന്നാലും എന്നോട് തീരെ ഒരു സ്നേഹമില്ലാതായി പോയല്ലോ എന്നുള്ള ചിന്തയായിരുന്നു അവൾക്ക്. പോരാത്തത് ഉമ്മ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ ചെവിയിലേക്ക് തുളച്ചു കയറി. ശരിയാണ്, അവരങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല. പാവം പുത്തൻ വീട് തറവാട്ടുകാർ ഇതൊന്നും അറിയുന്നില്ല. അവർ സ്നേഹത്തോടെ തന്നെയാണ്. എന്നാൽ നവാസിന് മനസ്സിനുള്ളിൽ കുറച്ച് വാശിയുണ്ടായിരുന്നു. സ്വന്തം ഇറങ്ങിപ്പോയവളല്ലേ, തിരിച്ചു വരട്ടെ, തിരിച്ചു വരണമെങ്കിൽ സ്വീകരിക്കാം, അല്ല എങ്കിൽ കൊണ്ടുവരാനാവില്ല എന്ന് തന്നെയായിരുന്നു നവാസും ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഐഷുമ്മയുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. റബ്ബേ, ഗർഭിണിയായ ആ പെണ്ണാണ്. അല്ലാ, എന്തിനു വേണ്ടിയിട്ട് ഓല് ഇറങ്ങിപ്പോയത്? ഇവിടെ നിന്നാൽ നല്ല മട്ടത്തിനോൾക്ക് നിന്നൂടായിരുന്നോ? എൻ്റെ നവാസ് ഇനിയൊന്നും കൊണ്ടുവരാനൊന്നും പോവില്ല, ഓല് വരികയാണെങ്കിൽ വരട്ടെ, അല്ലാതെ ഇപ്പോൾ എന്താ റബ്ബേ ചെയ്യുക? ഇങ്ങനെയൊക്കെ ഓരോരുത്തരൊരു കാട്ടിക്കൂട്ടിയാൽ. ഐഷുമ്മയുടെ മനസ്സിൽ ആദ്യമായിരുന്നു, പഠിച്ചനൊന്നും സംഭവിക്കരുതേ അല്ലാ, നല്ല മട്ടത്തിൽ എല്ലാവരും ജീവിക്കണേ എന്ന് മാത്രമായിരുന്നു ഐഷുമ്മ ചിന്തിച്ചിരുന്നത്. എന്തായി തീരും നവാസിൻ്റെ ജീവിതം? അതെ, സൗദയും ഉമ്മയും കേസ് കൊടുക്കുമോ? അവന് വീണ്ടും അവർ കൊടുക്കുമോ? അവനോട് ലക്ഷങ്ങൾ കോടികൾ നഷ്ടപരിഹാരം വാങ്ങുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.